ഇന്നത്തെ നമ്മുടെ റെസിപ്പി റമദാനിലൊക്കെ ഒരു അടിപൊളി സ്നാക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു വെറൈറ്റി സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. ആ ചിക്കനെ നമുക്ക് ഫസ്റ്റിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ഒരു കോൺഫ്ലോറിൻ്റെ ഒരു പകുതി പോർഷൻ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ല ഒരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മുടെ ചിക്കനുള്ള മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അടുത്ത നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ പുഴുങ്ങി നല്ലതായിട്ട് മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള എരിവിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇതുപോലെ നമ്മുടെ ബർഗറിലൊക്കെ വെക്കുന്ന ചീസ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം. ഇതുപോലൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 ചീസ് ഇതുപോലൊക്കെ തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് നമുക്ക് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ഒഴിച്ചാൽ മതി. അതായത് നമ്മുടെ മയനൈസോടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ മിക്സിങ്. ഇനിയും അടുത്തത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ബ്രെഡിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന്. അടുത്തത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് ആ ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തത് നമ്മുടെ ബ്രെഡ് സ്നാക്കിന് വേണ്ടത് തീർച്ചയായിട്ടും ബ്രെഡ് തന്നെ വേണം. ആ ബ്രെഡ് ഞാനിവിടെ ഒരു 8 കഷ്ണമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചൊരു പ്രോസസ്സുണ്ട്, അത് കാണിച്ചു തരാം. ഇതുപോലൊരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഞാനതുകൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് കളയൊന്നും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പാനിലോ വെല്ലം വെച്ച് ഒന്ന് മൊരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ബ്രെഡ് പൊടിയായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഇതുപോലൊക്കെ ഒന്നാക്കി നല്ലതായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലൊക്കെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. അതിന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നമുക്കൊന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കണ്ടില്ലേ, ഞാനിപ്പം ഒന്നെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊക്കെ കണ്ടില്ലേ, ഇതുപോലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഈ ഒരു ബ്രെഡിനെ നമ്മളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പം ഇതുപോലൊക്കെ ആക്കി എല്ലാ ബ്രെഡും എടുക്കുക. ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. 2 രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലൊക്കെ മാറ്റി വെക്കുക. അപ്പം നമ്മുടെ ബ്രെഡെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 4 എണ്ണം ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയും ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ചിക്കനൊക്കെ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കൻ വറുത്തു. ഇത് ഞാൻ 2 പോർഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷനിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന
നമ്മുടെ മിക്സ്ചർ ഉണ്ടല്ലോ, പൊട്ടറ്റോയും ക്യാരറ്റും അതൊക്കെ, മയോനൈസും അതൊക്കെ ഇട്ടത്, ചീസും ഒക്കെ ഇട്ടത്, അത് കുറച്ചിങ്ങോട്ട് മാറ്റുവാണ്. ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഒരു സ്ലൈസ് എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ടങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ഗോതമ്പ് മാവുണ്ടല്ലോ, അതൊന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബ്രെഡിനെ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിനെ എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിൻചട്ടി അടപ്പിലോട്ട് വെച്ചു. അത് കത്തിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച ബ്രെഡ് കൂടെ ഇതുപോലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡെല്ലാം ഞാൻ ഇതുപോലൊക്കെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആ ഫില്ലിങ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ വറുക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ആയിരിക്കണം നമ്മുടെ ഇത് ചെയ്യാനായിട്ട്, ഫില്ലിങ് ബ്രെഡ് വറുക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് നമ്മൾ ഒരു ഫില്ലിങ് ആക്കി വെച്ചിരുന്നല്ലോ, അതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.